ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ജിജിറ്റ് ഓഡിയോടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ ഒരു കിഡിലൻ പ്രൊജക്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ പ്രൊജക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഈ ലോ ബഡ്ജറ്റ് കാറ്റഗറി ഞാൻ പൊതുവെ പറയാറുള്ളത് ഒരു 10,000 മുതൽ 30,000 റേഞ്ചിൽ വരുന്ന പ്രൊജക്ടേഴ്സ് തന്നെയാണ്. സോ ഈ ഒരു പ്രൊജക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ വരുന്നതിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു പ്രൊജക്ടറാണ്. സോ അതിന്റെ ഒരുപാട് പ്രത്യേകതകൾക്കുള്ള പ്രൊജക്ടറാണ്. അപ്പൊ അത് എന്താണെന്ന് നമുക്ക് അറിയണ്ടേ? ആദ്യം നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് തരാം. ഓക്കെ, നേരിട്ട് അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഒരുപാട് പേര് നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. സോ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓഡിയോ സംബന്ധമായ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ പങ്കുവെക്കുന്നുണ്ട്. സോ എല്ലാവർക്കും ഉപകാരമാവും. തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്ടറിൻ്റെ ബോക്സ്. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് നമുക്കൊന്ന് അഴിച്ചു നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ടോൺസോ ഇവിടെ മൂവി ബോക്സ് 21 എന്ന പേരിൽ മാർക്കറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്ടറാണ്. നമ്മുടെ കേരളത്തിൽ ഇത് സപ്ലൈ ചെയ്യുന്നത് വിത്ത് 1 year വാറണ്ടിയോട് സപ്ലൈ ചെയ്യുന്നത് 4K ടെക്നോളജീസ് എന്ന സ്ഥാപനമാണ്, മലപ്പുറത്തുള്ളതാണ്. അപ്പോൾ അവർ തന്നെയാണ് നമുക്കും ഈ ഒരു റിവ്യൂവിന് വേണ്ടിയിട്ട് ഈ പ്രൊജക്ടർ അയച്ചു തന്നിട്ടുള്ളത്. സോ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന്. നമ്മുടെ ഈ പ്രൊജക്ടർ തുറന്ന ഉടനെ കാണുന്നത് ഒരു പൗച്ചാണ്. അതിനകത്ത് ഇത് കണക്ട് ചെയ്യാനുള്ള കേബിളുകളും അതുപോലെ തന്നെ റിമോട്ടും അത് കൂടാതെ 2 3D അനഗ്ലിഫിൻ്റെ ഗ്ലാസും കൂടിയുണ്ട്. സോ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് പ്രൊജക്ടർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനകത്ത് എങ്ങനെയാണ് ഈ പ്രൊജക്ടർ ഇരിക്കുന്നതെന്ന് അറിയാൻ. ഓക്കെ, മൂവി ബോക്സ് 21 എന്ന ടോൺസോയുടെ ഈ പ്രൊജക്ടർ ഫിസിക്കലി കാണുമ്പോൾ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങും അതുപോലെ തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ പ്രൊജക്ടർ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ മറ്റുള്ള AUN AK6s അതുപോലെ തന്നെ ടോൺസോൻ്റെ എല്ലാ സീരീസിലുള്ള മറ്റുള്ള പ്രൊജക്റ്റിനെ അപേക്ഷിച്ചിട്ട് ഇച്ചിരി കൂടി ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നമുക്കിതിൻ്റെ ഫിസിക്കൽ ഡയമെൻഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ പ്രൊജക്ടറിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു നീളം നമ്മൾ നോക്കുകയാണെങ്കിൽ 301 mm ആണ് വരുന്നത്. അതുപോലെ തന്നെ പുറകിലേക്ക് അതിൻ്റെ വീതി 260 mm വരുന്നുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 141 mm ആണ് വരുന്നത്. കൂടാതെ ഇതിൻ്റെ വെയിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആൾമോസ്റ്റ് 4 കിലോയോളം വെയിറ്റ് ഇതിന് വരുന്നുണ്ട്. ഓക്കെ, ഈ പ്രൊജക്ടറിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം വന്നിട്ടുള്ളതിൻ്റെ പവർ കോഡ് നമുക്ക് നോക്കാം. പവർ കോഡ് എല്ലാ പ്രൊജക്ടറിലും പവർ ചെയ്യണമെങ്കിൽ ഈ സംഭവം വേണം, അതെനിക്ക് അറിയാമല്ലോ. പവർ കോഡ് ഉണ്ട്. പിന്നെ നോർമലായിട്ട് ഈ പ്രൊജക്ടറുടെ കൂട്ടത്തിലൊരു അനഗ്ലിഫ് 3D പാസീവ് 3D ഗ്ലാസ് വരുന്നുണ്ട്. ഇത് അനഗ്ലിഫ് 3D ആണ്, അതായത് നമുക്ക് പാസീവായിട്ടുള്ള റെഡ് ചെയ്യാൻ ആയിട്ടുള്ള ഗ്ലാസ് ആണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള അനഗ്ലിഫ് ഫോർമാറ്റിൽ വരുന്ന 3D നമുക്ക് കാണാൻ പറ്റും. പിന്നെ AV കേബിളാണ് ഇത് കൂട്ടത്തിലുള്ളത്. AV കേബിള് ഇൻപുട്ട് കൊടുക്കുന്നതിനോ വേണ്ടിയിട്ടാണ്. നമുക്ക് AV ഇൻപുട്ടൊക്കെ സെറ്റ് ടോപ്പ് ബോക്സിൽ നിന്നോ മറ്റോ കൊടുക്കണമെങ്കിൽ ഇതുവഴി കൊടുക്കാം, അതിനാണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തത് HDMI കേബിളാണ്. ഇത് ഒരു ചെറിയ കേബിൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഇത് നമുക്ക് HDMI കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ റിമോട്ടാണ്. ഇതിൻ്റെ റിമോട്ട് നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു പ്രൊജക്ടിൻ്റെ കൂടെ വരുന്ന നോർമൽ ടൈപ്പ് ഒരു ഇതല്ല. ഇത് അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. അതായത് വൈറ്റും ബ്ലാക്കും ആ ഒരു കോൺഫിഗറേഷനിലുള്ള ഈ ഒരു റിമോട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ് ഫീൽ ചെയ്യുന്നുണ്ട് മറ്റുള്ളതിനൊക്കെ അപേക്ഷിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ലൊരു റിമോട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊജക്ടറാണ്. പ്രൊജക്ടറിന്റെ അത്യാവശ്യം പ്രീമിയം ലുക്കാണ്, നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ പ്രൊജക്ടറിന്റെ കൺട്രോൾ സ്വിച്ചുകളും അതുപോലെ തന്നെ കണക്ഷൻ കൊടുക്കാനുള്ള പോർട്ടുകൾ എന്തൊക്കെയുണ്ടെന്നൊക്കെ വിശദമായി തന്നെ നോക്കാം. ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സെൻസേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു 2 സെൻസർ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു റിമോട്ടിന്റെയും അതുപോലെ തന്നെ ഇതിന്റെ ഫോക്കസിങ് ഓട്ടോ ഫോക്കസിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സെൻസർ കൂടിയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, ഇവിടെയാണ് എൻ്റെ ലെൻസ് വരുന്നത്. ഇതിൽ ബട്ടൺസ് നോക്കുകയാണെങ്കിൽ ഇവിടെ അതിന്റെ പവർ ബട്ടൺ, മെനു ബട്ടൺ തുടങ്ങി സെലക്ഷൻ ബട്ടൺ അങ്ങനെ എല്ലാം ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഫ്രണ്ട് വശത്തിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇത് കാണുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെ ഹെഡ്സെറ്റിന് ജാക്ക് AV ഇൻപുട്ട് കൊടുക്കാനുള്ളത്, USB HDMI 1 2, പിന്നെ ഇന്റർനെറ്റ് കണക്ഷൻ കൊടുക്കാനുള്ള ഒരു പോർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ സൈഡിലായിട്ടാണ്, അതായത് ഇതിന്റെ ഇടത് സൈഡിലായിട്ടാണ് ഇതിന്റെ പവർ കോഡ് ബട്ടൺ കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഇതിനകത്ത് ഫിൽട്ടർ എവിടെയും അഴിച്ച് ക്ലീൻ ചെയ്യാനുള്ള ഒരു സംവിധാനം കണ്ടില്ല. ഇതൊരു ഫിൽട്ടർലെസ് ടൈപ്പാണ്. ഫിൽട്ടർലെസ് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഫിൽട്ടർലെസ് ടൈപ്പ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക, അതിനകത്ത് പൊടി കയറാത്ത രീതിയിലായിരിക്കും ഇതിന്റെ ലെൻസ് പാക്ക് ചെയ്തിരിക്കുന്നത്, ഡിസ്പ്ലേ പാക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വേറൊരു ടെക്നോളജിയാണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണിത്. ബിൽഡ് ക്വാളിറ്റി കാണാനൊക്കെ നല്ല ഫിനിഷിങ്ങും നല്ല എന്താ പറയുക ഇച്ചിരി ഹെവിയാണ് ഫീൽ ചെയ്യുന്നത്. നല്ല വെയിറ്റ് ഉണ്ട് സാധനത്തിന്.
ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെയാണ് സ്പെക്ക് പറഞ്ഞിട്ടുള്ളത്, ഇതിന്റെ ലൂമൻസ് ലെവൽ എങ്ങനെയാണ്, മറ്റുള്ള കാര്യങ്ങൾ എന്താണ് ഇതിന് ഇത്ര പ്രത്യേകത എന്ന് അറിയണ്ടേ. അപ്പൊ അതിന്റെ സ്പെസിഫിക്കേഷൻസും മറ്റുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഇതിന്റെ പിക്ചറുമായി ബന്ധപ്പെട്ട സ്പെസിഫിക്കേഷൻസ് നോക്കാം. ഇത് 4K അൾട്രാ HD സപ്പോർട്ടുള്ളൊരു ഫുൾ HD നെഗറ്റീവ് റെസൊല്യൂഷനുള്ള ഒരു പ്രൊജക്ടറാണ്. H265 4K വീഡിയോ ഡീകോഡിങ് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ HDR10+ ഇത് സപ്പോർട്ട് ചെയ്യുന്ന കൂടി പറയുന്നുണ്ട്. സോ ഇതിന്റെ പിക്ചർ സൈഡ് വളരെ പെർഫെക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല പിക്ചർ ക്വാളിറ്റി തന്നെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ ഈ പ്രൊജക്ടറിൽ നോക്കുമ്പോൾ നമ്മളെ ഏറ്റവും എക്സൈറ്റഡ് ആക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഹൈ ബ്രൈറ്റ്നസ് ലെവലാണ്. അതായത് ഇതിന്റെ ലാമ്പിന്റെ ലൂമൻസ് എന്ന് പറഞ്ഞാൽ 11,000 എന്നാണ് കമ്പനി പറയുന്നത്. സോ ഈ ഒരു ലോ ബഡ്ജറ്റ് കാറ്റഗറിയിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു പ്രൊജക്ടർ തന്നെയാണ് ഈ ഒരു ലൂമൻസ് ലെവൽ വെച്ച് നോക്കുമ്പോൾ. സോ ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പകൽ സമയത്തും മറ്റുമായിട്ട് ഫിലിംസ് ഒക്കെ കാണുമ്പോൾ നല്ല പിക്ചർ ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ എന്നെ വളരെ വളരെ എക്സൈറ്റഡ് ആക്കിയ ഒരു കാര്യം ഇത് തന്നെയാണ് ഇതിൻ്റെ ലൂമൻസ് ലെവൽ. ഓക്കെ, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് 300 ഇഞ്ച് സ്ക്രീൻ സൈസിലും ഫുൾ പിക്ചർ ക്വാളിറ്റി തന്നെ നമുക്ക് ഈ പ്രൊജക്ടർ ഉപയോഗിച്ച് കാണാൻ കഴിയുമെന്ന് കമ്പനി ഉറപ്പ് നൽകുന്നത്. ഇതിന്റെ കമ്പനി ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഓട്ടോ ഫോക്കസ് ഫംഗ്ഷനാണ്. അതായത് നമ്മൾ മാനുവലായിട്ട് ഒന്നും ചെയ്യാതെ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ആ സ്ക്രീനിലുള്ള ആ ഒരു സൈസ് നോക്കിയിട്ട് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കും. നമ്മൾ ജസ്റ്റ് സ്ക്രീനിലേക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി എന്നാണ് പറയുന്നത്. സോ അത് വളരെ നല്ലൊരു ഫംഗ്ഷനാണ്. മറ്റുള്ള പ്രൊജക്ടിനെ അപേക്ഷിച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണത്. അതിന് വേണ്ടിയിട്ടാണ് അവർ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നോക്കിയപ്പോൾ കണ്ടായിരുന്നു ഒരു സെൻസർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീൻ സൈസ് ജഡ്ജ് ചെയ്തിട്ട് അതിൽ വേണ്ട രീതിയിൽ ഫോക്കസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഫോക്കസ് മാത്രമല്ല കീസ്റ്റോൺ വരെ കൃത്യമായിട്ട് അലൈൻ ചെയ്ത് 60 കറക്ഷൻ ആണ് ഇത് പറയുന്നത്. സോ അത് വളരെ വളരെ നല്ലൊരു ഫംഗ്ഷനാണ്. ഇനി ബൈ ചാൻസ് നമ്മൾ ഫോക്കസിങ് കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ റിമോട്ടിലും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 പോയിന്റ് സ്കെയിലിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് കീസ്റ്റോൺ കറക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് കണക്ഷനും അതുപോലെ തന്നെ നല്ല ഹൈ സ്പീഡ് ആയിട്ടുള്ള ഡുവൽ വൈഫൈ കണക്ഷൻ ഉണ്ട്, 2.4G 5G എന്നിങ്ങനെ. അതുകൊണ്ട് തന്നെ നമുക്ക് iOS, ആൻഡ്രോയിഡ് ഡിവൈസ് അതുപോലെ തന്നെ വിൻഡോസ് ഡിവൈസ് എന്നിവയൊക്കെ ഈസിലി നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻ മിറർ ചെയ്യാം ലാഗ് ഇല്ലാതെ തന്നെ. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു അടിപൊളി ഫീച്ചർ ഞാൻ പറയാം. ഇതിനകത്ത് ഫുള്ളി സീൽഡ് ഒപ്റ്റിക്കൽ എഞ്ചിൻ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സ്പെസിഫിക്കേഷനിൽ. അതെന്താണെന്ന് മനസ്സിലായോ? അതായത് നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇതിനകത്ത് ഫിൽട്ടർ കണ്ടില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഒരു പ്രൊജക്ടറിനകത്ത് ഫിൽട്ടർ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇത് ഫുള്ളി സീൽഡ് ആണ്. ഇതിൻ്റെ ലെൻസും അതുപോലെ തന്നെ ഡിസ്പ്ലേയും വരുന്ന ഭാഗങ്ങളൊക്കെ ഫുള്ളി സീൽഡ് ആണ്. ഒരു പൊടിയോ ചളിയോ ഇതിനകത്ത് കയറില്ല എന്ന് അവർ ഉറപ്പിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു സ്പെഷ്യൽ ടെക്നോളജിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഓക്കെ, അതായത് നമ്മളെല്ലാവരും പ്രൊജക്ടർ ഉപയോഗിക്കുന്നവരാണ്. ഇതിനകത്ത് പൊടിയും ചളിയും ഒക്കെ കയറിയിട്ട് അടിക്കടി ഫിൽട്ടർ ക്ലീൻ ചെയ്യേണ്ടി നമുക്ക് വരാറുണ്ട്. കൂടാതെ എത്ര ക്ലീൻ ചെയ്താലും ഇതിനകത്ത് ലെൻസിലോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേയിലോ ചെറിയ ബ്ലാക്ക് ഡോട്ടോ അല്ലെങ്കിൽ ചളിയോ ഒക്കെ പറ്റി പിടിച്ചിട്ട് ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി കുറയ്ക്കുന്ന ഒരവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. സോ ഇതിനകത്ത് ചളിയും പൊടിയും ഒന്നും കയറാത്ത രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഫീച്ചറാണെന്ന് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ഒരുപാട് പ്രത്യേകതകളുള്ള പ്രൊജക്ടറാണെന്ന്. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഇനി അടിപൊളി പ്രത്യേകത വേറൊന്നുണ്ട്. ഇതിനകത്ത് ARC സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ബോഡിയിൽ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. സ്പെസിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ARC സപ്പോർട്ട് ഉണ്ടെന്ന്. അപ്പോൾ നമുക്കിതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കാം, അത് ഉണ്ടാവില്ലെന്ന്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് 15 വാട്ട്സിൻ്റെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ Android 9 ഇത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ വീഡിയോ ഇപ്പോൾ ഏകദേശം ഒരു ലെങ്തി ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇത് ലോ ബഡ്ജറ്റ് കാറ്റഗറിയിൽ തന്നെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ടോപ്പ് ഫീച്ചേഴ്സും ഉള്ള ഒരു കിടിലം പ്രൊജക്ടറാണ്. ഇത് സാധാരണ പ്രൊജക്ടിനെ അപേക്ഷിച്ച് അല്പം വില കൂടുതലാണ്. ഓൺലൈനിൽ 30,000-ലധികം വില കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് 4K ടെക്നോളജീസ് വഴി ഇത് ഡിസ്കൗണ്ട് റേറ്റിൽ സെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പ്രൊജക്ടറിനെ കുറിച്ച് കൂടുതൽ അറിയുവാനോ അല്ലെങ്കിൽ വാങ്ങിക്കുവാനോ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. മാക്സിമം മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കുക. കോൾ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. വാട്സപ്പ് മെസ്സേജ് ആകുമ്പോൾ അല്പം വൈകിയാലും നിങ്ങൾക്ക് അതിനുള്ള മറുപടി ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ ചെയ്യണം. അത് നമുക്കൊരു അടുത്ത പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും അടുത്ത ഒരു ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും ഏവർക്കും ബൈ.